എല്ലാരും കൂസലില്ലാതെ വിദേശിക്ക് ഗൾഫ് രാജ്യങ്ങളിൽ പോയാൽ സുഹൃത്തുക്കൾ മുറിക്കാത്ത നമസ്കരിക്കുന്നു. പള്ളിക്ക് പഞ്ഞമില്ല, പമ്പിന് പഞ്ഞമില്ല, ഈ രണ്ടു കാര്യത്തിനും പഞ്ഞമില്ലാത്ത ഗൾഫ്. തൊട്ടടുത്ത് പള്ളി കിടന്നാലും പള്ളി പോയി നമസ്കരിക്കൂല. എന്തിനാ പിന്നെ ഈ ഹദീസും ഖുർആനും എന്തിനാ റസൂലുള്ളാഹി പഠിപ്പിച്ചത്? നമുക്ക് നേർച്ചപ്പെട്ടിയിൽ സൂക്ഷിച്ചു വെക്കാനാ. ഇതൊക്കെയല്ലേ പഠിപ്പിച്ച് മനസ്സിലായി കൊടുക്കേണ്ടത്. ഈ ഉമ്മത്തെന്താ ഇത് മനസ്സിലാക്കാത്തത്? ബാങ്ക് വിളിക്കുമ്പോൾ 1.5 സഫ ആള് മാത്രം, ബാക്കി മുഴുവൻ മക്കളും ഇവിടെ കളിച്ചും ചിരിയിലും രസിച്ചുകൊണ്ടിരിക്കുക. എന്റെ സമുദായമേ, നിങ്ങൾ സ്വർഗത്തിൽ പോകാൻ വേണ്ടിയിട്ടാണ് റസൂലുള്ളാഹി ത്യാഗം സഹിച്ച് നിങ്ങളോട് പറഞ്ഞു തരാൻ പറയുന്നത്. ഒന്ന് മനസ്സിലാക്ക്. ബഹുമാനപ്പെട്ട സഈദ് ഇബ്നു മുസയ്യിബ് റളിയല്ലാഹു അൻഹു പറയാണ്, ഒരാൾ ഇങ്ങനെ നമസ്കരിച്ചാൽ ഫമൻ മാത വഹുവ മുസിറുൻ അലാ ഹാദിഹിൽ ഹാല, ഈ അവസ്ഥയിലെങ്ങാനും നമസ്കരിച്ചുകൊണ്ട് അവൻ മരിച്ചുപോയാൽ വലം യതുബ്, അവൻ തൗബ ചെയ്തില്ല, പശ്ചാത്തപിച്ചില്ല, പടച്ചവനെ എനിക്ക് അബദ്ധം പറ്റിപ്പോയതാണ്, ഞാൻ അറിയാതെ നമസ്കരിച്ചു പോയതാണ്, അല്ലാഹുവേ നീ പുറത്തു തരണമെന്ന് തൗബ ചെയ്യാതെ ഇതേ അവസ്ഥയിലെങ്ങാനും മരിച്ചുപോയാൽ വഅദഹുല്ലാഹു ബിഗൈ എന്ന് പറയുന്ന നരകത്തിലെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അതാണ് അല്ലാഹുവോട് പറഞ്ഞത്, ഫസൗഫ യൽഖൗന ഗയ്യാ ഇല്ലാ മൻ താബ വആമന വഅമില സാലിഹായ അമൽ ചെയ്ത് തൗബ ചെയ്തവർക്ക് ഈ ഭാഗം പ്രശ്നമല്ല. മരിക്കുന്നതിന് മുമ്പ് തൗബ ചെയ്തോ പ്രശ്നമില്ല. ഇല്ലെങ്കിൽ അല്ലാഹു അവരെ പ്രവേശിപ്പിക്കുന്ന എവിടെ? ഗയ്യെ കുറിച്ച് ഒന്ന് വിശദീകരിച്ചു കൊടുക്കണ്ടേ? നാറ്റം ദുർനാറ്റമാണ്. അതിന്റെ ആഴം ഭയങ്കരമാണ്. ഒരു ദിവസം സഹാബാക്കൾ നബിയോടൊപ്പം മദീന പള്ളിയുടെ ഉമ്മറപ്പടിയിൽ ഇരിക്കുകയാണ്. കുന്നാ ഇൻദൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങളുടെ അടുക്കൽ ഞങ്ങൾ ഇരിക്കുമ്പോൾ ഫസമിഅനാ വജ്ബതൻ, ഞങ്ങൾ ഒരു ഘോര ശബ്ദം കേൾക്കുകയുണ്ടായി. ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ ഞങ്ങളോട് ചോദിക്കുകയാണ്, അതദറൂന മാ ഹാദാ, ഇതെന്തെന്നറിയുമോ സഹാബത്തെ? അതദറൂന മാ ഹാദാ, ഇതെന്തെന്നറിയുമോ സഹാബത്തെ എന്ന് നബിതങ്ങളുടെ സഹാബാക്കളോട് ചോദിക്കുമ്പോ ഖാലു, സഹാബാക്കൾ പറയുന്നു, അല്ലാഹു വറസൂലുഹു അഅലം, അല്ലാഹുവും റസൂലും അല്ലാതെ മറ്റാർക്കും അറിയില്ല യാ ഹബീബല്ലാഹ്. ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശദീകരിക്കുന്നത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. നബി തങ്ങൾ പറയുകയാണ്, ഹാദാ ഹജർ, ഇതൊരു കല്ലാണ് സഹാബത്തെ. അർസലഹുല്ലാഹു മിൻ 70 ഖരീഫ, 70 വർഷങ്ങൾക്ക് മുമ്പ് അല്ലാഹു ഇത് നരകത്തിലേക്ക് എറിഞ്ഞ ഒരു കല്ലാണ്. ഫൽആന ഹീന ഇൻതഹാ ഇലാ ഖൈരിഹാ, ഇപ്പോഴാണ് അത് ഖബറിന്റെ ആഴത്തിൽ വന്നു വീണത്. ആ ശബ്ദമാണ് നിങ്ങൾ ഇപ്പോൾ കേട്ടത്. 70 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ദിവസം എന്ന് പറയുന്നത് 1000 വർഷമാണ്. 70,000 വർഷം നമ്മുടെ കണക്ക് പ്രകാരം അല്ലാഹു ഒരു കല്ലിട്ട് അതിന്റെ ശബ്ദം റസൂലിനെ കേൾപ്പിച്ച്, സഹാബത്തിനെ കേൾപ്പിച്ച്, ഈ കരുനാഗപ്പള്ളി തെക്കേ പള്ളിയുടെ മുറ്റത്തിരിക്കുന്ന നിങ്ങളെയും കേൾപ്പിച്ചു കഴിഞ്ഞു. ഇതാണ് ഖബറിൽ, ഇതാണ് നരകത്തിന്റെ ആഴം. 70 ഖരീഫ, 70. ഒരു ദിവസം അവിടുത്തെ ഇവിടുത്തെ 1000 വർഷം. വഇന്ന യൗമൻ ഇൻദ റബ്ബിക കഅൽഫി സനതിൻ മിമ്മാ തഉദ്ദൂൻ, അവിടുത്തെ ഒരു ദിവസം എന്ന് പറയുന്നത് നിങ്ങൾ ഇവിടെ എണ്ണുന്ന 1000 വർഷമാണ്. അങ്ങനെ 70,000 വർഷമായി ആ കല്ല് നരകത്തിന്റെ അടിത്തട്ടിൽ വന്ന് വീണിട്ട്. നാറ്റമോ, നരകത്തിന്റെ നാറ്റമോ, ഇതൊക്കെ പഠിപ്പിച്ചല്ലേ? ഇത് വിശ്വസിക്കലാണല്ലോ മോമിനികളുടെ ജോലി. അതാണല്ലോ ആദ്യമേ ഞാൻ നേരത്തെ ഓതിയത്, അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്. ഇതൊക്കെ വിശ്വസിക്കലാണ് മുഅ്മിനീങ്ങളുടെ ജോലി. അല്ല ഒരുത്തനെ കൊണ്ടൊന്ന് മൂക്കിൽ മണപ്പിച്ചിട്ട് ഒരുത്തനെ കൊണ്ടുവന്ന് ഖബറിനകത്ത് ഒന്ന് കാണിച്ചു കൊടുത്താണ്ട് ആഴം കണ്ടോ, ഇങ്ങനെയൊന്നും ആർക്കും കാണണ്ട. ഇന്നല്ലദീന യഖ്ശൗന റബ്ബഹും ബിൽ ഗൈബ്, അദൃശ്യത്തിൽ വിശ്വസിക്കണം. അങ്ങനെ വിശ്വസിക്കണം. അവർക്ക് മാത്രമാണ് ലഹും മഗ്ഫിറത്തുൻ വഅജ്റുൻ കബീർ വഅജ്റുൻ കരീം, അവർക്ക് മാത്രമാണ് മാന്യമായ മാപ്പുള്ളത്. ഈ അദൃശ്യത്തെ കൊണ്ട് വിശ്വസിക്കണം. മുസ്ലിം സമുദായം നിങ്ങൾ വിശ്വസിക്കണം. എങ്കിൽ മാത്രം
രക്ഷയുള്ളൂ എന്ന് അള്ളാഹു പഠിപ്പിക്കുകയാണ്. ഇല്ല, മരിക്കാറായി കിടക്കുമ്പോഴാണ് വിശ്വസിക്കുന്നെങ്കിൽ അവരുടെ ഈമാൻ എനിക്ക് ആവശ്യമേ ഇല്ല. അള്ളാഹ് തട്ടിക്കളഞ്ഞു. ചാവാറായി കിടക്കുകയാണ്, അതുവരയ്ക്ക് അതിലെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നു. തീരാറായപ്പോ ഇബാദത്ത്, തഖ്വ, നമ്മുടെ തൗബ. അള്ളാഹു പറയണം ആ സമയത്ത് തൗബ എനിക്ക് വേണ്ട, ഞാൻ സ്വീകരിക്കുന്നില്ലെങ്കിലോ. അപ്പൊ ഇതിന്റെ മാറ്റം കൂടെ ഒന്ന് മനസ്സിലാക്കുക. അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, അദ്ദേഹം പറയുകയാണ് ലൗ അന്ന റജുലൻ മിൻ അഹ്ലിൻ നാർ, നരകവാസിയായ ഒരു വ്യക്തി ഉഖ്രിജ ഇല ദുനിയാ, ദുനിയാവിലേക്ക് അദ്ദേഹത്തെ നരകത്തിൽ നിന്ന് കൊണ്ടുവന്നാൽ ലമാത അഹ്ലു ദുനിയാ, ദുനിയാവിലുള്ള സകല മാനവരും ചത്തുപോകും. മിൻ ബഹ്ശതി മൻവരിഹി, അവന്റെ വിരൂപം കണ്ടുകൊണ്ട്, അവന്റെ വികൃതമായ വേഷം കണ്ടുകൊണ്ട്, വനതിരിഹി, അവന്റെ ദുർനാറ്റം സഹിക്കവയ്യാതെ ലമാത അഹ്ലു ദുനിയാ, ദുനിയാവിലുള്ള സകല മാനവരും ചത്തുപോകുമത്രേ. സുമ്മ ബകാ അബ്ദുല്ലാഹ് ഇത് കേട്ട മാത്രയിൽ പൊട്ടിക്കരഞ്ഞു. ബുകാഅൻ ശദീദാ, പൊട്ടിക്കരഞ്ഞുപോയി അബ്ദുല്ലാഹി ഇബ്നു അംർ. ഇത് കേട്ട മാത്രയിൽ ഒരു വ്യക്തി എങ്ങാനും നരകത്തിൽ നിന്ന് ഈ ദുനിയാവിലേക്ക് കൊണ്ടുവരപ്പെട്ടാൽ ഈ ലോകത്തുള്ള മുഴുവൻ വസ്തുക്കളും നശിച്ചു പോവുകയും ലോകത്തുള്ള മുഴുവൻ മനുഷ്യരും ചത്തുപോവുകയും ചെയ്യുമെന്ന് മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന സഹീഹായ ഹദീസാണ്. ഒരു കള്ളം പോലും പറയാത്ത പ്രവാചകന്മാരാണ് ഈ റിപ്പോർട്ട് നമുക്ക് അറിയിച്ചു തന്നത്. നബിതങ്ങൾ പഠിപ്പിച്ചു കൊടുത്ത കാര്യം ഇപ്പൊ മനസ്സിലായോ? ഇതിന്റെ ആഴവും മാറ്റവും. ആരെ ഇതിൽ പ്രവേശിപ്പിക്കുക, ആരെ ഇതിൽ പ്രവേശിപ്പിക്കുക? ഒന്നുകൂടെ കേട്ടോ. നമസ്കാരക്കാരല്ല, നമസ്കാരത്തിൽ ജമാഅത്ത് കളഞ്ഞ് വീട്ടിൽ നമസ്കരിക്കുന്നവരെ, ജമാഅത്ത് നമസ്കാരം പിന്തി വരുന്നവരെ, നിങ്ങൾക്കുള്ള ശിക്ഷയാണ് ഈ പറഞ്ഞത്. പറ്റി ഉണ്ടെങ്കിൽ ഒന്ന് കേട്ട് മനസ്സിലാക്കുക. അൽഹംദുലില്ലാഹ്, അല്ലാഹു അമൽ ചെയ്യാൻ തൗഫീഖ് നൽകട്ടെ. നമ്മളിവിടെ 3-4 ദിവസം പ്രഭാഷണം നടത്തി നമ്മൾ എഴുന്നേറ്റ് പോകുമ്പോൾ അൽഹംദുലില്ലാഹ് നമുക്ക് തിരി കിട്ടി അമൽ ചെയ്യാൻ എന്നുള്ള ആ നല്ല നീയത്തോടെ നമ്മൾ പോകാൻ. അല്ല മുസ്ലിയാരുടെ പ്രസംഗം ഒന്നും ആരും വിലയിരുത്തണ്ട. ആരും മുസ്ലിയാർ അങ്ങനെ ഇന്നലത്തെ പ്രസംഗം അതൊന്നും ഇവിടെ നമുക്ക് ആവശ്യമില്ല. അള്ളാഹു റസൂലും പറഞ്ഞത് ഈ അറിവില്ലാത്ത സാധുക്കൾ മനസ്സിലാക്കുക. കിതാബുകളുടെയും ഹദീസിന്റെ അകത്തും അങ്ങനെ ഇരിക്കുക, അടിക്കി വെച്ചേക്കുകയാണ്. ഇതൊന്നും മനസ്സിലാകുന്നില്ല ഈ ഉമ്മത്തിന്. ഇത് പറഞ്ഞു കൊടുത്താലല്ലേ നാളെ മുതലെങ്കിലും ഈ ശഅബാൻ തൗബയുടെ മാസത്തിൽ പള്ളിയുമായി ബന്ധപ്പെടാൻ നമുക്കൊരു താല്പര്യമുണ്ടാകും. അള്ളാഹു അതിന് തൗഫീഖ് നൽകട്ടെ. അതിനാണ് ഈ ഹദീസ് ആയത്തുകൾ മുദ്രിച്ചുകൊണ്ട് നിങ്ങളുടെ മുന്നിൽ പറയുന്നത്. പടച്ചവൻ അമൽ ചെയ്യാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മളൊക്കെ മഗ്രിബിൽ ഓതുന്ന ഒരു ചെറിയ സൂറത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ ഫദാലികല്ലദീ യദ്ഉൽ യതീം വലാ طعام المسكين فويل للمصلين الذين هم عن صلاتهم ساهون. ഈ ആയത്തിലൂടെ മഗ്രിബ് നമസ്കാരത്തിൽ ഉസ്താദുമാർ ഓതുമ്പോൾ, ഇമാമിങ്ങളിൽ നിന്ന് നമസ്കരിക്കുമ്പോൾ അവർ ഓതുമ്പോൾ നമ്മൾ കേൾക്കുന്ന സൂറത്താണ്, ആയത്താണ്. ഇതിലെ ഒരു സൂക്തമാണിത്. ഫവൈലുൽ ലിൽ മുസല്ലീൻ, നമസ്കരിക്കുന്ന സഹോദരാ, എന്റെ സഹോദരി, നിനക്ക് വൈല് എന്ന് പറയുന്ന ഒരു ചെരുവെന്ന് പറയുന്ന ഭയങ്കരമായ നരകമുണ്ട്. ഈ ആയത്ത് ഇറങ്ങിയ പാടെ സഹാബക്കൾ ആകെ ഞെട്ടിപ്പോയി. നമസ്കരിക്കുന്നവർക്ക് നരകമോ നബിയെ, നമസ്കരിക്കുന്നവർക്ക് നരകമോ നബിയെ? സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, സഅൽതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനിൽ ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ വൈലുൽ ലിൽ മുസല്ലീൻ അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ എന്ന് പറഞ്ഞ ഈ ആയത്ത് നബിയെ ആരെ കുറിച്ച് ഇറങ്ങിയതാണ്, എന്തിന്റെ പേരിൽ ഇറങ്ങിയതാണ് എന്ന് സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ട പ്രവാചകരോട് ചോദിച്ചപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഹാദാ
ലിമൻ, ഇതൊരുവന് വേണ്ടി ഇറങ്ങിയതാണ്. യുഅഖിറുഹാ അൻ ഔഖാതിഹാ, നമസ്കാരത്തെ പിന്തി വരുന്നവർക്ക് വേണ്ടി ഇറങ്ങിയതാണ്. അതാണല്ലോ സാഹുൻ, അലസത കാണിക്കുന്നവർ എന്ന് പറഞ്ഞാൽ ജമാഅത്ത് നിസ്കരിക്കും. നമുക്ക് പിന്നെ നിസ്കരിക്കാൻ സമയമുണ്ട്, ഇപ്പൊ ഉസ്താദ് ഇരിപ്പുണ്ട്, നമുക്ക് ഇവരെല്ലാം കൂടെ ഇമാമത്തിക്കും, നമുക്ക് പിന്നെ നിസ്കരിക്കാം. നമസ്കാരത്തിന് അലസത. അങ്ങനെ തോന്നുമ്പോൾ നിസ്കരിക്കണ്ട. അല്ലാഹു പറഞ്ഞെന്താ? നിങ്ങൾക്ക് നിസ്കരിക്കാൻ പ്രത്യേക സമയം ഞാൻ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ഇന്ന സ്വലാത കാനത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂതാ, കൃത്യമായി നിങ്ങൾക്ക് നമസ്കരിക്കാനുള്ള സമയം ഞാൻ നിർണയിച്ചു തന്നിട്ടുണ്ട്. നിന്റെ ഇഷ്ടത്തിനല്ല പോയി നമസ്കരിക്കേണ്ടത്, അല്ലാഹു പറയാണ്, ഞാനല്ല. കേട്ടോ, അല്ലാഹു പറയാണ്, നിന്റെ ഇഷ്ടത്തിനാണ് നമസ്കരിക്കേണ്ടത്, ഞാൻ സമയം ഏർപ്പാട് ചെയ്തിട്ടുണ്ട്, ആ സമയത്ത് നമസ്കരിക്കുക. ഇതാ റസൂലുള്ളാഹി ഇവിടെ വിശദീകരിച്ചത്. ഫവൈലുൽ ലിൽ മുസല്ലീൻ അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ ലിമാ തഹാവനൂ ബിസ്സലാ, നമസ്കാരം കൊണ്ട് കളിക്കുന്നവർ, നമസ്കാരത്തെ അലംഭാവത്തോടെ, അലസതയോടെ, അവജ്ഞയോടുകൂടി കാണുന്നവർ, അവരെ കുറിച്ചാണ് ഇത് പറഞ്ഞത്. മാത്രമല്ല സമ്മാഹും മുസല്ലീൻ, നബി തങ്ങൾ പറയാണ് അവരുടെ പേര് മുസല്ലീൻ, നമസ്കരിക്കുന്നവരെന്നാണ്. അവരുടെ പേരും നമസ്കരിക്കുന്നവരെന്നാണ്. അല്ലാഹു ഇവർക്കാണ് വൈൽ എന്ന് പറയുന്ന നരകം റസൂലുള്ളാഹി വിശദീകരിച്ചു കൊടുക്കുകയാണ്. നരകത്തിലെ ഒരു വലിയ ചെരുവാണത്, ഒരു വലിയ ചെരുവാണത്. ദുനിയാവിലെ പർവ്വതങ്ങളെങ്ങാനും കെട്ടി വലിച്ച് അതിനകത്തുകൂടെ വലിച്ചു കൊണ്ടുപോയാൽ, ദുനിയാവിലെ പർവ്വതങ്ങളെ ആ വൈലെന്ന് പറയുന്ന നരകത്തിലേക്ക്, ഏത് വൈല്? നമസ്കാരത്തെ പിന്തിച്ച് നമസ്കരിക്കുന്ന നമസ്കാരക്കാർക്ക് വേണ്ടി അല്ലാഹു തയ്യാറാക്കി വൈലെന്ന നരകത്തിലേക്ക് ഈ പർവ്വത സാനുക്കളെ വലിച്ചു കൊണ്ടുപോയാൽ ആ നരകത്തിന്റെ ചൂടിന്റെ കാഠിന്യത്താൽ ഈ പർവ്വതങ്ങൾ പോലും ധൂളികളായി പോകും, ഭസ്മമായി പോകും, അതെല്ലാം അതിൽ ചേർന്ന് ലയിച്ചു പോകുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആർക്ക്? ജമാഅത്ത് നമസ്കാരം കളഞ്ഞ് നമസ്കാരത്തെ പിന്തി വരുന്ന സഹോദര, നഊദു ബില്ലാഹ്, അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ.